നിപ ബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് നിയന്ത്രണം കടുപ്പിച്ച ആരോഗ്യവകുപ്പ്. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ 7 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. കല്യാണം, മരണം, ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കേണ്ടതും സാമൂഹിക അകലം പാലിക്കേണ്ടതുമാണ് നിർദ്ദേശമുണ്ട്. തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച വിദ്യാർത്ഥിയുടെ 3 സഹപാഠികൾ കർണാടകയിൽ നിരീക്ഷണത്തിലാണ്. അതേസമയം രോഗലക്ഷണമുള്ള 10 പേരുടെ സാമ്പിൾ കൂടി എടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബറും ബംഗളൂരുവിൽ നിന്ന് AP നദീറയുമുണ്ട്. ആദ്യം മുബഷീറിലേക്ക്. മുബഷീർ, ഇപ്പോൾ 10 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി എടുത്തിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് എപ്പോൾ ലഭിക്കും? എങ്ങനെയൊക്കെയാണ് നിയന്ത്രണം? മരിച്ച 24 വയസ്സുള്ള നടുവത്ത് സ്വദേശിയായ യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ട പട്ടികയിൽ ഇടപിടിച്ച 150 വ്യക്തികളിൽപ്പെട്ട 10 പേരുടെ സ്രവങ്ങളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുള്ളത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയക്കുമെന്നുള്ളതാണ് നമ്മളോട് ജില്ലാ മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ പരിശോധനാ ഫലം നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ആരോഗ്യനിലയൊക്കെ തന്നെ തൃപ്തികരമാണ്. നേരത്തെ 2 പേരെ ആരോഗ്യ ലക്ഷണങ്ങൾ പനിയൊക്കെ തന്നെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം ഇത്തവണ ഈ പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണം ആ ഒരു മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന മേഖലയിലാണിപ്പോൾ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു മേഖലയിലെ ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. തിയേറ്ററുകൾ പോലെയുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കരുത്. ഇന്നിപ്പോൾ നബിദിനമായിരുന്നു. അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെ മാറ്റിവെക്കണമെന്നതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളോടും മഹല്ലുകളോടൊക്കെ തന്നെ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിരുന്നു. ആ കൂട്ടായ്മകളൊക്കെ തന്നെ ആ ഒരു പരിപാടി മാറ്റിവെച്ചിട്ടുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ട് ആ ഒരു മേഖലയിൽ. അതിനപ്പുറം ആ മേഖലയിൽ ആളുകൾ അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പൊതുവായി നൽകിയ നിർദ്ദേശങ്ങളിലും എല്ലാ ആളുകളും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. തിരുവാലി, മമ്പാട് ഒഴികെയുള്ള മേഖലയിൽ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മത, സാമുദായിക, രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങൾ പോലെയുള്ള പരിപാടികളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ആളുകൾ നിർബന്ധമായും ആ ഒരു മേഖലയിൽ മാസ്ക് ധരിക്കണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷികൾ, വവ്വാലുകൾ പോലെയുള്ളവ കഴിച്ച പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ എടുത്ത് കഴിക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശേഷം 2 മാസം മുൻപ് മലപ്പുറം ചെമ്പ്രശ്ശേരി ഭാഗത്ത് 14 വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരിച്ച ഒരു കേസ് നമുക്ക് മുൻപിലുണ്ട്. അതിലൊരു പരിശോധനയിൽ ഇത്തരത്തിലുള്ള പഴം കഴിച്ചതാണ് നിപ്പ ബാധിക്കാൻ കാരണം എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ചെറിയ മക്കളൊക്കെ തന്നെ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണമെന്ന് മാതാപിതാക്കളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവാലി, മമ്പാട് ആ മേഖലയിൽ വീടുകൾ കാര്യമുള്ള ഒരു ബോധവൽക്കരണം പ്രാദേശിക ഭരണകൂടം നടത്തുന്നുണ്ട്. അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ളവ ചെയ്യുന്നുണ്ട്. മാലിന്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നേതൃത്വത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വരും ദിവസങ്ങൾ മന്ത്രി വീണ ജോർജ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിപ്പ കൺട്രോൾ സെല്ലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ അത് ഈ കണ്ടെയ്ൻമെന്റ് സോണിന് അപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ ഏത് ഭാഗത്തുള്ളവർക്കാണെങ്കിലും ഈ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പനിയോ, ഛർദിയോ, തലവേദന അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ആശുപത്രിയെ സമീപിക്കണം. സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുതെന്ന പ്രധാനപ്പെട്ട നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ആവർത്തിച്ചു പറയേണ്ടി വരും. ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല. ജാഗ്രതയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും ഒരുപോലെ അറിയിക്കുന്നത്. സ്മൃതി.